ചേട്ടാ CPI ഒരു വലിയ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുകയാണ്. തൃശ്ശൂര് നാട്ടിക CPIക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ഒരു സീറ്റാണ് ഈ പറയുന്ന നാട്ടിക. അവിടുത്തെ ഇപ്പോഴത്തെ സിറ്റിംഗ് MLA CC മുകുന്ദൻ തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചതിനെ തുടർന്ന് UDFിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ പോവുകയാണ്. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അദ്ദേഹത്തെ ഫോൺ വിളിച്ച് സംസാരിച്ചിരുന്നുവെന്നും നാട്ടികയിലെ UDFിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് താനെന്നുമാണ് CC മുകുന്ദൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടികയിൽ ഗീത ഗോപി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഇത്തവണ CPI ഇറക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതൊരു പേയ്മെന്റ് സീറ്റാക്കി, അതായത് ഈ പറയുന്ന നാട്ടികയിലെ സീറ്റ് ഒരു പേയ്മെന്റ് സീറ്റാക്കി എന്നൊരു ഗുരുതരമായ ആരോപണം കൂടി ഈ മുകുന്ദൻ MLA CC മുകുന്ദൻ MLA ഉന്നയിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ CPI ആടി ഒലിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. കാരണം മുൻപ് പറഞ്ഞ ഒരു ഡയലോഗ് എനിക്കിപ്പോൾ മനസ്സിലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ആടി ഒലിയുന്നു എന്നുള്ള പദം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ കപ്പൽ ആടി ഒലിയുകയില്ല സാർ, ഇതിനൊരു കപ്പിത്താൻ ഉണ്ടെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ മാർക്സിസ്റ്റ് പ്രസ്ഥാനം ആടി ഒലഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ CPIയും ഇപ്പോൾ അതേ കാറ്റിൽ ആടി ഒലയുന്ന കാഴ്ചയാണ് കാണുന്നത്. പ്രശാന്ത്, ഇതിലുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ CPI എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് CPIക്ക് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന പൊട്ടിത്തെറി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഇന്നലെ നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടൊരു വാർത്ത എന്ന് പറയുന്നത് CPMനേക്കാളും വളരെ ഫാസ്റ്റായിട്ട് വളരെ വ്യക്തമായി വളരെ നിഷ്ഠയോടുകൂടി അവർ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നൊരു മെരിറ്റിൽ ഒറ്റ ദിവസം ഒരു മെരിറ്റ് ഉണ്ടായിട്ടുണ്ട് CPIക്ക്. ആ മെരിറ്റ് ഒറ്റയടിക്ക് ഇന്ന് പോയിട്ടുണ്ട്. അതായത് മറ്റൊന്നുമല്ല, ഇന്നലെ തന്നെ പോയി വാർത്ത. അതെ അതെ, ഇന്നലെ തന്നെ പോയി. നാട്ടിക MLA കുറിച്ച് നമ്മൾ പറയുമ്പോൾ CC മുകുന്ദൻ എന്ന് പറയുന്ന നാട്ടിക MLA കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ചോർന്നൊലിച്ച വീട്ടിൽ കിടക്കുന്നതായിട്ട്, അദ്ദേഹത്തിന് അസുഖബാധിതനായി ചോർന്ന് മഴയത്ത്, അന്ന് നല്ല മഴയുള്ള ഒരു സമയമാണ്. ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പോ മറ്റോ ആണ്. സാധാരണക്കാരനായ ഒരു MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിന് പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. അദ്ദേഹത്തിന് പിന്നെ ഈ പറയുന്ന നിയമസഭയിലെ ഒരു സാമാജികൻ എന്ന രീതിയിൽ പോലും ആരും അദ്ദേഹത്തെ ഗവനിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാതൃഭൂമിയിൽ തന്നെ വന്നൊരു വാർത്തയാണ്. എന്നാൽ അദ്ദേഹം നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, നല്ലൊരു സോഷ്യലിസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ CPIയിലായിരുന്നാലും CPMലായാലും നല്ല സോഷ്യലിസ്റ്റുകളെ അവർക്ക് ആവശ്യമില്ല. നല്ലൊരു സോഷ്യലിസ്റ്റിനെ അവർക്ക് ആവശ്യമില്ല. പ്രശാന്തിന്റെ ഭാഷയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ സോഷ്യലിസ്റ്റുകളല്ല ആവശ്യം. അപ്പോൾ നമ്മൾ ഇത് പറയുമ്പോൾ മുകുന്ദൻ എന്തുകൊണ്ട് നാട്ടികയിൽ നിന്ന് മാറി, നാട്ടികയിൽ തനിക്ക് മത്സരിക്കാൻ കഴിയില്ല, മത്സരിക്കുന്നില്ല? മുകുന്ദൻ എന്ന് പറയുന്ന CC മുകുന്ദൻ എന്ന് പറയുന്ന ഈ ഇപ്പോഴത്തെ MLA അദ്ദേഹം എങ്ങനെ മാറിയെന്ന് ചോദിച്ചാൽ, അവിടെ ഒരു പേയ്മെന്റ് സീറ്റാണ് ഇപ്പോൾ കൊടുക്കുന്നത് എന്നൊരു വർത്തമാനം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതായത് 2 തവണ മത്സരിച്ച സുബാല്, GS ജയലാല്, ചന്ദ്രശേഖരൻ, EK വിജയൻ എന്നിവർക്കൊപ്പം അവർക്കൊക്കെ ഇളവ് നൽകി. അതായത് CPM എന്ന് പറയുന്ന പാർട്ടി ആയാലും CPI ആയിരുന്നാലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ നമ്മൾ തമാശയ്ക്ക് പറയും ഇരുമ്പൊലക്ക തീരുമാനം എന്നൊക്കെ പറയും. നമ്മൾ ഈ തീരുമാനം പറയുന്ന കേട്ടാൽ, ഇപ്പോൾ സമ്മേളനം നടക്കുന്നു, പത്രത്താളുകളിൽ വാർത്ത വരുന്നു, 2ാം ടൈം മത്സരിച്ച MLAമാർക്ക് അതായത് പാർട്ടിയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള പരിപാടികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞ് എഴുതുന്ന അല്ലെങ്കിൽ ഒരു കുറിപ്പ് പാർട്ടി ഇറക്കുന്ന ഒരു അവരുടെ അടുത്ത പാർട്ടിയുടെ പിന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഭാവിയെ സംബന്ധിച്ച രേഖകളിൽ അവർ പറയും ഈ പറയുന്ന പോലെ 2 ടൈം മത്സരിച്ചവർ മത്സരിക്കാൻ പാടില്ല. പിന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ വയസ്സിൻ്റെ ഇളവ്, ഇതൊക്കെ തലപ്പത്തിരിക്കുന്നവർ. ഈ പാർട്ടി എന്ന് പറയുമ്പോൾ ഈ ഒരു ഇരുമ്പ് മറ്റേ ഒരു ചട്ടക്കൂടിലുള്ള അനങ്ങാത്ത സാധനമൊന്നും അല്ലല്ലോ, കുറേ മനുഷ്യരല്ലേ, ഇവരുടെ തീരുമാനമല്ലേ. ഇവരുടെ തീരുമാനത്തിൽ ആർക്കാണ് അവരുടെ ഇംഗിതം? ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇംഗിതം എന്തായിരുന്നു? അദ്ദേഹത്തിന് പാർട്ടിക്കകത്ത് തന്നെ വെട്ടാൻ വേറെ ആരും വരാൻ പാടില്ല, കുറെ ചെറുപ്പക്കാരെ വയ്ക്കുക, തനിക്ക് എല്ലാവരെയും നിയന്ത്രിച്ച് താനൊരു രാജാവായി പോവുക. അതിനാണ് 70 വയസ്സുകാരെ മാറ്റി 75 വയസ്സുകാരെ. പക്ഷേ ഇവിടെ ഇതുകൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യണം. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ ഇച്ചിരി ഒന്ന് റൂട്ട് മാറിപ്പോയി. ഏതായാലും ഞാൻ തിരിച്ച റൂട്ടിലേക്ക് തന്നെ വരാം. ഇത്തരത്തിൽ ഈ പറയുന്ന മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കിയില്ല, അവിടെ പേയ്മെന്റ് സീറ്റാണ് കൊടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഗീതാ ഗോപിക്കാണ് പേയ്മെന്റ് സീറ്റ് കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ പ്രശ്നം നമ്മൾ ഒരു കാര്യം പറയേണ്ടി വരും. ഏത് വർഷങ്ങൾക്ക് മുമ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നപ്പോൾ ബെനറ്റ് എബ്രഹാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അവിടുത്തെ ഒരു കോളേജ്, അതായത് നെയ്യാറ്റിങ്കരയാണോ പാറശാലയാണോ കാട്ടാക്കടയാണോ ഏതായാലും ക്രിസ്ത്യൻ നാടാർ സമുദായത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കണം. അതായത് CPIക്ക് സീറ്റ് കൊടുക്കുമ്പോൾ CPI പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാൻഡിഡേറ്റിനെ കാര്യം സീറ്റ് കൊടുത്തു കഴിഞ്ഞു. കാര്യം തിരുവനന്തപുരത്ത് ഈ പറയുന്ന രീതിയിൽ കോൺഗ്രസിനാണ് അവിടെ എപ്പോഴും സീറ്റ് കിട്ടുക, കോൺഗ്രസ് ആണ് ജയിക്കാറുള്ളത്. അതിന് അപവാദമായിട്ട് വന്നിട്ടുള്ള 1-2 തവണ എൻ്റെ ഓർമ്മയിൽ KV സുരേന്ദ്രനാഥ് ജയിച്ചിട്ടുണ്ട്, PK വാസുദേവൻ നായർ ജയിച്ചിട്ടുണ്ട്. അതെല്ലാം കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയേ ജയിച്ചിട്ടുള്ളൂ. അപ്പോൾ ബെനറ്റ് എബ്രഹാം വരുമ്പോൾ നമ്മളിങ്ങനെ മൂക്കത്ത് വരല്ലോ വെച്ചാൽ ഇദ്ദേഹം ആരാ ഈ ബെനറ്റ് എബ്രഹാം?
സത്യത്തിൽ ബെനറ്റ് എബ്രഹാം അന്ന് പാർട്ടിയിൽ തലപ്പത്തുണ്ടായിരുന്ന സി ദിവാകരൻ എന്ന് പറയുന്ന മുൻ മന്ത്രി, ഇന്ന് അദ്ദേഹം ഇല്ല, ഈ സി ദിവാകരന് വഴി പേയ്മെന്റ് അവിടെ എത്തുകയായിരുന്നു. അങ്ങനെ പേയ്മെന്റ് സീറ്റായിരുന്നു, 8 നിലയെ പൊട്ടുകയായിരുന്നു. ആ പേയ്മെന്റ് സീറ്റ് വിവാദം ഇപ്പോഴും CPI-ക്കെതിരെ തിരിഞ്ഞു കുഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ആദ്യത്തെ സംഭവം അല്ല. അപ്പച്ചേട്ടൻ മുൻപ് പറഞ്ഞ സാധാരണക്കാരനായി വന്ന ചോർന്നൊലിക്കുന്ന കൂരയിൽ നിന്ന് വന്ന MLA ആണ് CC മോൻ എന്ന് പറയുമ്പോൾ CC മോനെ കുറിച്ച് പറയേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട്. ഈ ചോർന്നൊലിക്കുന്ന വീട്ടിൽ തെന്നി വീണ് കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്നാണ് ആ ദൃശ്യങ്ങളെന്ന് ഈ പറയുന്ന മാതൃഭൂമിയിൽ പ്രചരിച്ചത്. അതില് അന്ന് ഈ വീട് നന്നാക്കാനായിട്ട് കുറച്ച് ആളുകൾ സഹായം ചെയ്തിരുന്നു, ധനസഹായം ചെയ്തിരുന്നു. പക്ഷെ അത് തനിക്ക് വേണ്ട എന്നും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹായങ്ങളെ എല്ലാം നിഷേധിച്ച മനുഷ്യസ്നേഹിയായ ഒരു MLA അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയെ ഒരു പേയ്മെന്റ് സീറ്റിന്റെ പേരിൽ മാറ്റി നിർത്തുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ CPI-യുടെ ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ആണെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റുകളുടെ ആണെങ്കിലും മാർക്സിസ്റ്റുകളുടെ ആണെങ്കിലും CPI-യുടെ ആണെങ്കിലും ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കഴിവുള്ളവരെയോ അല്ലെങ്കിൽ ജനസമ്മതരായവരെയോ അല്ല ആവശ്യം. ദീപസ്തംഭ മഹാശ്ചര്യം നമുക്ക് കിട്ടണം പണം എന്നുള്ള ഒരു തത്വത്തിൽ ഊന്നിയാണ് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. മുൻപ് അവർക്ക് എടുത്തു പറയാമായിരുന്നു, ഞങ്ങൾ സാധാരണക്കാർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന സാധാരണക്കാരുടെ പാർട്ടിയാണ്, സാധാരണക്കാരുടെ പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ 2 പ്രസ്ഥാനങ്ങളും നിൽക്കുന്നത് പണമുള്ളവന്റെ നിഴലിന്റെ തണലിലാണ് ഈ പാർട്ടി നിൽക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് എത്രയൊക്കെ മറച്ചു വെച്ച് കഴിഞ്ഞാലും പരസ്യമായ രഹസ്യം തന്നെയാണ്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാണ്, അതുപോലെ തന്നെ എല്ലാ നേതാക്കളും തന്നെ പ്രതിക്കൂട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും നഷ്ടപ്പെട്ടു പോയ മുഖച്ഛായ സംരക്ഷിക്കേണ്ട സ്ഥാനത്ത് ഇത്തരം ഒരു നടപടി എടുക്കുന്നത് കരി പറ്റിയിരിക്കുന്ന മുഖത്തേക്ക് ആ കരി തൂത്ത് ഒരിക്കലും തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വികൃതമാക്കാൻ അല്ലേ ഉപകരിക്കൂ എന്നുള്ളതാണ് എൻ്റെ സംശയം. എന്താണെങ്കിലും നാട്ടികയിൽ നമുക്കൊരു ചെറിയ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഈ സംസാരം അവസാനിപ്പിക്കാം. പ്രശാന്ത്, ഇതിനകത്ത് CPI എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വിഷയം മാത്രമല്ല, CPM-നകത്തും ആശയപരമായിട്ടും, അതായത് നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ എടുത്തു പറയുന്നത് കോൺഗ്രസുമായി അവരെ വേർതിരിക്കുന്ന അവർ ആശയങ്ങൾ ഉള്ളവരാണ്, അവർക്ക് അങ്ങനെ പ്രത്യയശാസ്ത്രമുണ്ട്, അവർക്ക് ആശയമുണ്ട്, ആശയങ്ങളിലാണ് അവർ പോകുന്നത്. ശരി ആവട്ടെ, ആശയങ്ങളുടെ കാര്യത്തിൽ CPM-ഉം ഒന്നുമല്ലാതെ പോകുന്നു, CPI-യും ഒന്നുമല്ലാതെ പോകുന്നു. കാര്യം ഇവിടെ പറവൂർ തന്നെ CPI-യിൽ നിന്ന് നിരവധി പേർ പാർട്ടി വിട്ട് CPM-ലോട്ട് വന്ന ചരിത്രമുണ്ട്. CPI-യുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ മൂല്യച്യുതിയുടെ പ്രശ്നം വെച്ചാൽ ബിനോയ് വിശ്വം എന്ന് പറയുന്ന ഒരു പാർട്ടി സെക്രട്ടറി വന്നിട്ട്, അത് നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള CK ചന്ദ്രപ്പൻ, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്ന CK ചന്ദ്രപ്പൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി, അല്ലെങ്കിൽ അതിനുശേഷം വന്ന കാനൻ രാജേന്ദ്രൻ തുടക്കത്തിൽ ഒന്ന് സ്ട്രോങ് ആയിരുന്നു, പിന്നീട് കാനൻ രാജേന്ദ്രൻ പിണറായി വിജയന്റെ വഴിയെ അങ്ങ് പോയി. അപ്പോൾ ചന്ദ്രപ്പൻ ഇരുന്ന സീറ്റിലിരിക്കുന്ന ബിനോയ് വിശ്വം ഈ പറയുന്ന ആ പദവിക്ക് യോഗ്യനല്ല. ഇപ്പൊ നമ്മൾ കണ്ട ഒരു ചെറിയ കോളിലൊക്കെ ഉണ്ട്, അതും കൂടെ നമുക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഇത് സംസാരം അവസാനിപ്പിക്കാം. അതായത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്നപ്പോൾ RSSന്റെ പ്രത്യയശാസ്ത്രങ്ങൾ കുട്ടികളെ പഠിക്കാനായി അടിച്ചേൽപ്പിക്കുന്ന ഒരു ശൈലിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ടായ ഒരു നാടകമുണ്ട്. ആ നാടകത്തിൽ CPI കളിച്ച ആ ഒരു റോളുണ്ട്, അതൊക്കെ വെറും ഒരു നമ്മളെ ജനത്തെ പറ്റിക്കാനുണ്ടാക്കിയ ഒരു റോളാണ്. കാര്യം അവരാണ് യഥാർത്ഥ CPI-കാർ. കേന്ദ്രത്തിൽ നിന്ന് രാജ ഇടപെടുന്നു, കേന്ദ്രത്തിൽ നിന്ന് രാജ ആരോട് പറയുന്നു? ബേബിയോട് പറയുന്നു. രാജ എന്ന് പറയുന്ന CPI-യുടെ നേതാവ് ബേബി എന്ന CPM-ന്റെ ജനറൽ സെക്രട്ടറിയോട്. ഇങ്ങനെ ആ നാടകം ഉണ്ടായല്ലോ. ആ നാടകമൊക്കെ എന്തിന്, ആരെ കാണിക്കാൻ ഈ കേരളത്തിൽ കാണിച്ചു? എന്താണെങ്കിലും ചേട്ടാ, ആദർശങ്ങൾക്ക് മേലെ ആഗ്രഹങ്ങൾ വളർന്നതാണ് ഈ 2 പ്രസ്ഥാനങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമെന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ്. എന്താണെങ്കിലും ആദർശങ്ങൾക്ക് വരെ ആമാശയം വളർത്തുക, ആമാശയവും ആഗ്രഹവും ആദർശങ്ങൾക്ക് മേലെ ആഗ്രഹം വളർന്നു എന്നതാണ്. കാരണം നേടാനുള്ള ആഗ്രഹം ആദർശങ്ങൾക്ക് മേലെ വളർന്നപ്പോഴാണ് പ്രസ്ഥാനത്തിന് ചായ്വ് സംഭവിച്ചത്. ചാഞ്ഞ് നിലം പത്തിയിരിക്കുകയാണ്. എന്താണെങ്കിലും നമുക്ക് നോക്കാം നാട്ടിക മണ്ഡലത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടി നാട്ടിക മണ്ഡലത്തിലേക്ക് തന്നെ ഞാൻ കണ്ണുനട്ടിരിക്കുകയാണ്. എനിക്ക് ഉറപ്പാണ് ഇദ്ദേഹം ജയിക്കും. കാരണം CC മോഹൻ ജയിക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ സാധാരണക്കാരുടെ കൂടെ നിൽക്കേണ്ട കേട്ടോ. സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും ഒക്കെ വേണ്ടേ. കണ്ടറിയാം എന്താണ് സംഭവിക്കുക.